ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് എയറിലും അത് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ്റലൈറ്റിലൊക്കെ ആയിരുന്നു. പൂ പറിക്കാൻ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ അടുത്ത വീടുകളായിട്ട്? ബെസ്റ്റ് അങ്ങനെ വലിയ നെക്സ്റ്റ് മൂവി എപ്പോൾ എക്സ്പെക്ട് ചെയ്യാം? ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതാണ്. ഞാനും അതിന്റെ അനൗൺസ്മെന്റ് കേട്ടിരുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ. യെസ്, അതൊക്കെ ഉണ്ടായിരുന്നു. അനിയൻ നമ്മുടെ കണ്ണൻ അങ്കിളായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? കണ്ണൻ്റെ ഇപ്പം എന്തായിരുന്നു, അവന് കിഡ്നിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ജീവനോടുള്ള ആർക്കും അവരുടെ വില അറിയില്ല. എനിക്ക് മേജറിന്റെ ഈ സോഫ്റ്റ് സൈഡ് കാണിക്കാൻ താല്പര്യമില്ല. നമ്മൾ ഈ കൂട്ടം സുട്ടിട്ട് നടക്കുന്ന ആളല്ല. സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും മറക്കാതെ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു ഓണമായിട്ട് മാറട്ടെ. നമസ്കാരം, എല്ലാ ജനൻ TV പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത് നിലപാടുകളിൽ ഒട്ടും വെള്ളം ചേർക്കാതെ എന്ത് വന്നാലും തുറന്നു പറയാൻ മടിക്കാത്ത എ പ്രൗഡ് നാഷണലിസ്റ്റ് മേജർ രവി. നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. ഫസ്റ്റ് തന്നെ ചോദിക്കാം, എന്താണ് 2026 ഓണം വിശേഷങ്ങൾ? ഇപ്രാവശ്യം എനിക്ക് ഓണം ഇല്ല, നിനക്കറിയാമല്ലോ. യെസ്. അപ്പം അനിയൻ മരിച്ചിട്ടുള്ളൊരു വർഷം ആയതുകൊണ്ട് ഓണമില്ല എന്ന് ആരോടും പറയുന്നില്ല. പക്ഷെ ഇല്ല എങ്കിലും എല്ലാവർക്കും സന്തോഷം പകരുന്ന എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരാൾക്കൊരു സന്തോഷം തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് യെസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല ഓണം ഇല്ലെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കില്ല. അതർവൈസ് എവറിത്തിങ് ഈസ് ഓക്കെ, കൂൾ. ഇപ്പം 2 ദിവസം മുന്നേ കിട്ടിയ ന്യൂസാണ് മോൻ ഒരു അച്ഛനാവാൻ പോവാണെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു ന്യൂസ്. ഗ്രാൻഡ് ഫാദറൊക്കെ അപ്പൂപ്പനായി ബിഹേവ് ചെയ്യണം, മെച്ചൂർഡായിട്ട് ബിഹേവ്. ഇംഗ്ലീഷിൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ട്. മലയാളത്തിൽ ഒരു വടി കൂടെ തന്നേക്കുന്നത്, വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ഇട്ട്. എനിവേ അതൊക്കെ തന്നെയാണ് ഓണവിശേഷം. ഓക്കെ, ഞാൻ നേരെ ചോദിക്കുകയാണ്, ഇത്തവണത്തെ എലക്ഷൻ കഴിഞ്ഞല്ലോ. സോ അത് കഴിഞ്ഞപ്പം എന്താണ് ഇപ്പം നമുക്ക് അറിയാം, തിരുവനന്തപുരത്ത് നമുക്ക് 3 താമര വിരിഞ്ഞു നിയമസഭയിൽ. ഓക്കെ, സോ ഓവറോൾ നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ ടോട്ടൽ ചേഞ്ച്. ജനങ്ങളുടെ അപ്രോച്ചിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, നമ്മൾ BJPക്കാരനായിരിക്കും അല്ലെങ്കിൽ ജനസംഘക്കാരനാണെങ്കിലും കോൺഗ്രസിനെ കൊണ്ട് വോട്ട് കുത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിലൊക്കെ ജനസംഘക്കാരായിരുന്നെങ്കിലും അവർ പോയിട്ട് ഇന്ദിരാഗാന്ധിക്ക് വോട്ട് കുത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലമായിരുന്നു. ചോദിച്ചാലോ ജനസംഘമാണ്. വീട്ടിൽ RSSൻ്റെ വലിയ വലിയ ആളുകൾ, അതിപ്പം MA സാറാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഹരിയേട്ടനാണ്, ഇവരൊക്കെ വന്നിരുന്ന് കണ്ടിട്ടുള്ളൊരു കുട്ടിക്കാലം എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും വോട്ട് കുത്തുന്നത് കോൺഗ്രസിനായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുത്തിയിട്ട് കാര്യമില്ല, ജയിക്കില്ലല്ലോ അല്ല. അത് ഇപ്പോൾ ഓഫ് ലൈറ്റ് ഒരു 10 വർഷം മുന്നേയും ഇതേ ടെൻഡൻസി തന്നെയായിരുന്നു. ആ 10 വർഷം മോദിജി വന്നതിന് ശേഷം ഉള്ളതിൽ നിന്ന് 2014 നിന്ന് 19 എത്തിയപ്പോഴത്തേക്കും ആ ആറ്റിറ്റ്യൂഡിനൊരു മാറ്റം വന്ന് ജനങ്ങൾ ധൈര്യമായിട്ട് വോട്ട് കുത്താൻ തുടങ്ങി. 2019 കഴിഞ്ഞ് 2024 എത്തിയപ്പോഴത്തേക്കും ധൈര്യമായിട്ട് കയ്യിൽ രാഖി കെട്ടിക്കൊണ്ട് നടക്കാനും നെറ്റിയിൽ ചന്ദനക്കുറി തൊടാനും ധൈര്യമുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതെന്തോ ഒരു പോലെ, കാരണം പറഞ്ഞു പരത്തിയിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RSS എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാഷ്ട്രീയ സ്വയം സേവക സംഘടന, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെ നെഹ്റു പോലും അപ്രീഷിയേറ്റ് ചെയ്ത് റിപ്പബ്ലിക് ഡേ പരേഡിൽ മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിൻജൻസി പെർമിഷൻ കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് RSS. ഇന്ന് നിങ്ങൾ ചാണകസംഖി അല്ലെങ്കിൽ മറ്റത് വിളിച്ചുന്നത് അത് നിങ്ങളുടെ ഫ്രസ്ട്രേഷനാണ്. പക്ഷേ ഇന്നും ആ രാഷ്ട്രീയ സ്വയം സേവക സംഘടന, ഞാനിപ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോഴാണ് ഞാനത് കണ്ടത്, നമ്മൾ അറിയുന്നില്ല. അവർ പൈസ വേണ്ട, ഒരു ചായ വാങ്ങിക്കാൻ അവർക്ക് അക്കോമഡേഷൻ വേണ്ട, ഒന്നുമില്ല, നമ്മൾ അറിയുന്നില്ല. അവരൊരു സഞ്ചി നോക്കിക്കൊണ്ട് എല്ലാ വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട്, അതാണ് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്ന് പറയുന്നതാണ് ഈ RSS എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അസൂയ കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അല്ലെങ്കിൽ CPM ഈ അട്രോസിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് പേടിയുണ്ടെങ്കിൽ RSSനെ ഉള്ളൂ. ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് എയറിലും അത് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ്റലൈറ്റിലൊക്കെ ആയിരുന്നു. ഞാൻ ബുധനിൽ ഇപ്പോൾ താഴത്ത് വന്നിട്ടേ ഉള്ളൂ. അതെന്തായിരുന്നു, കാക്രോച്ച് പാർട്ടിയുടെ അതിനകത്ത് ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ആദ്യത്തെ 2 ദിവസം കുട്ടികളോട് ഉണ്ടായിരുന്നു. ആ കുട്ടികളെ തല്ലിയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആരാണെങ്കിലും ശരി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടികളെ കാണാനില്ല, കുട്ടികളൊക്കെ പോയി.
പോയി. അവിടുന്ന് പിന്നീട് വന്ന് JNU നിന്ന് 10 വർഷമായിട്ട് MA പാസ്സാവാതെ അവിടെ കിടക്കുന്ന കുറേ കുറേ ആളുകൾ. പേരാണ്. ഓക്കെ, ഫാക്റ്റാണ് പറയുന്നത്. ഇത് പറയുന്നതിന് നിങ്ങൾ തെറിവിളിക്കുക എന്തുവേണം ചെയ്തു. ഞാനിപ്പോൾ ഐ ആം യൂസ് ടു ഓൾ ദിസ് തിങ്സ്. അവർ ആയിരുന്നു ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള ആളുകൾ. അല്ലെങ്കിൽ നിങ്ങൾ ജന്തർ മന്ദറിൽ ഇത്രയധികം സ്വിഗ്ഗി ഫുഡുകൾ കൊണ്ടുവന്ന് വന്ന് ഇറങ്ങിയിരുന്നത് എവിടെ നിന്നായിരുന്നു? ഫോറിനിൽ നിന്നാണ് ഓർഡർ വന്നിരിക്കുന്നതെന്നാണ് സ്വിഗ്ഗിക്കാരൻ പറയുന്നത്. അപ്പം ദാറ്റ് വാസ് ഫോറിൻ ഫണ്ടഡ്. അവർ പൈസ കൊടുത്തില്ലെങ്കിലും അത് ഇൻഡയറക്റ്റ്ലി അത് ഫോറിൻ ഫണ്ടല്ലേ വന്നിരുന്നത്. അപ്പം രാഷ്ട്രത്തിൽ, നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഫുഡടിക്കാനും പുട്ടടിക്കാനും കള്ളുടിക്കാനുമുള്ള പൈസ ഫോറിനിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ദാറ്റ്സ് എ ഫോറിൻ ഫണ്ടഡ് അജിറ്റേഷൻ. അത് ഞാൻ പറഞ്ഞ പിന്നെ എൻ്റെ മേക്കട്ട് വരേണ്ടൊന്നും കാര്യമില്ല, ഞാനുള്ള ഫാക്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതിനകത്ത് മായ എന്നുള്ള ഒരു സംഭവം വന്നു. ഞാൻ അറിയുന്നൊരു കുട്ടിയാണ്, ഞാൻ ഇത്രയേ പറയാനുള്ളൂ. ആ കുട്ടിക്ക് ആരെ കണ്ടു കഴിഞ്ഞാലും സഹതാപം ഭയങ്കരമാണ്. അതുകൊണ്ട് ആ കുട്ടികളെ അടിക്കുന്നത് കണ്ടപ്പോൾ മായ പറഞ്ഞിട്ടുള്ളതാണ്. അത് മായയുടെ അഭിപ്രായം. ബാക്കിയുള്ളത് ഞാൻ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല, മാറ്റി പറയുന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഇങ്ങ് പറഞ്ഞു പരത്തി അത് മാറ്റി പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് മായ മാറ്റിയില്ല, മായയുടെ അച്ഛൻ മാറ്റിയില്ല, അമ്മ മാറ്റിയില്ല, അയലോക്കത്താരം മാറ്റിയില്ല, ആരും മാറ്റിയില്ല. മേജർ തള്ളി ഉന്തി മറിച്ചു എല്ലാം. ആസ് യു സെഡ്, ഐ വിൽ സ്റ്റാൻഡ് ഓൺ വാട്ട് ഐ സെഡ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ 2 ദിവസം കഴിഞ്ഞിട്ട് ആ സ്ട്രൈക്ക്, ദാറ്റ് കാക്രോച്ച് സ്ട്രൈക്ക് വാസ് ജസ്റ്റ് ടു ടോപ്പിൾ ദ ഗവൺമെന്റ്. അല്ലാതെ നീറ്റിന്റെ എക്സാമിനേഷനുള്ള ഇല്ലായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് സെക്കൻഡ് റീടെസ്റ്റ് നടത്തി, അതില് 2 പേർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. അവര് ഹാപ്പിയായി. അവര് ലൈക്ക് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അതർ സൈഡില് ഈ റിസൾട്ട് വന്ന് അവര് ഹാപ്പി സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട്. അതൊന്ന്. അതിനിടയിൽ കമ്മിറ്റഡ് സ്യൂസൈഡ് എന്നും പറഞ്ഞിട്ട് 2-3. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ജനത, ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ റിസൾട്ട് വരുമ്പോൾ നമ്മൾ മനോരമയുടെയും മാതൃഭൂമിയുടെയൊക്കെ സെക്കൻഡ് തേർഡ് കോളങ്ങളിൽ കാണാം, ഒരു കുട്ടി തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, എന്താണ് 12 മാർക്ക് കുറഞ്ഞു, കുറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനൊരു തലമുറയാണെന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് വീക്കാവും, അവർക്ക് ഫെയിലിയറിനെ ഫേസ് ചെയ്യാനുള്ള ഇതില്ല. എന്നെപ്പോലെ നാണം കെട്ട വർഗ്ഗങ്ങളുണ്ട്. 9-ൽ തോറ്റു, തല്ലും വാങ്ങിച്ച് പിന്നെയും നിൽക്കും കട്ടക്ക്. ആ തോറ്റു, 10-ലും തോറ്റു, എന്നിട്ടും നിന്നു. എന്നിട്ട് നമ്മൾ ഇതുവരെയൊക്കെ എത്തിയില്ലേ? അത് ഫൈറ്റിംഗ് ഫോഴ്സ് ഉണ്ട്. ഇന്ന് നിങ്ങളൊക്കെ ഈ ഹാംബർഗറും തിന്നിട്ടുള്ള ഒരു കൾച്ചറാണ്. നിങ്ങൾ പഴങ്കഞ്ഞി കുടിച്ചിട്ട് വളർന്നിട്ടുള്ളവരല്ല. പഴങ്കഞ്ഞിയും കപ്പയും കഴിച്ചിട്ട് വളരുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ശരീരം ഉണ്ടായിരിക്കും, ആ ശക്തിയും മനക്കരുത്തും. പിന്നെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അച്ഛൻ വഴക്ക് പറയാനുള്ളതാണ്, അമ്മ വഴക്ക് പറയാനുള്ളതാണ്. അവർ നിങ്ങളെ ശകാരിക്കും. അധ്യാപകർ, ഇന്ന് നിങ്ങൾ അധ്യാപകർ നിങ്ങളെ ശകാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അവരെ കുത്തിന് പിടിക്കുന്ന സംസ്കാരമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടൊരു സ്കൂളിൽ കണ്ടതല്ലേ, ഒരു കുട്ടി 7-ാം ക്ലാസ്സിലോ 8-ലോ 9-ലോ മറ്റാണ്, അവൻ്റെ അമ്മയും നിൽക്കുന്ന സമയത്ത് ഇവൻ കസേല കയറിയിരുന്ന ഹെഡ് മാസ്റ്ററുടെ ടേബിളിന് മുകളിൽ കാലം വെച്ചുകൊണ്ട് കൊന്നുകളയെന്ന് പറയുന്നിട്ടുള്ള ആ സംസ്കാരമുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഞാൻ പറഞ്ഞു തന്നെയാണ് ശരി. യൂത്തിന്റെ സ്ട്രഗിൾ ആണല്ലോ എല്ലാവരും. ഇപ്പൊ ജന്തർ മന്ദർ ഇഷ്യൂല് ഇവിടെ കേരളത്തിലാണെങ്കിൽ പോലും എല്ലാവരും കണ്ടത്. നമുക്കറിയാം, സെലിബ്രിറ്റീസ് തൊട്ട് കേരളത്തിലെ സാധാ ജനങ്ങൾ പോലും കുറേ പേര് അതിൽ ഈ പറയുന്ന യൂത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഫേസ്ബുക്കും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഡു യു തിങ്ക്? എന്തായിരിക്കും ഇവർ അതർ സൈഡ് കാണാത്തത്? ഇപ്പൊ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി സപ്പോർട്ട് ചെയ്ത് കണ്ടു, അരുന്ധതി റോയ് വന്ന് സപ്പോർട്ട് കണ്ടു, ഇതൊന്നും എന്ത് ഇവർ കാണാത്തതെന്ന് തോന്നുന്നു? ഇല്ല, ഇവരെല്ലാം കാണുന്നുണ്ടല്ലോ. ഈ അരുന്ധതി എന്നാണ് നമ്മുടെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോസിനെ അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. എന്ത് വന്നാലും രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് സംസാരിച്ച് അവർ ഹൈലൈറ്റ് ആവുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്ന സമയത്ത് നമ്മളെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് മോദിജിയെ സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരായിട്ട് സംസാരിച്ചാലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, ജെനുവിനായിട്ടുള്ള പെട്രിയോട്ടാണെങ്കിൽ അവർ പറയും, ചേട്ടാ മോദിജി ഹീ ഈസ് ഡൂയിങ് ഗുഡ്. പക്ഷെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് ഞങ്ങൾ ചേരില്ലായിരിക്കാം, പക്ഷെ വി ആർ ഹാപ്പി. അത് വിചാരിച്ച് കംപ്ലീറ്റ് BJP ഈസ് ഗുഡ് എന്നുള്ളത് ഞങ്ങൾ പറയില്ല. ശരിയാണ്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പിനെ ദേ ആർ ഓൾ അപ്രീഷിയേറ്റിംഗ്. അവർക്കറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്, എങ്ങനെയാണ് ഈ രാജ്യത്തിന് പ്രോസ്പെരിറ്റി വരുന്നത്. എന്ന് കാണുന്ന റോഡുകളും റെയിലും ഇതെല്ലാം കാണുന്ന സമയത്ത്, സ്കൂളുകളും വിദ്യാലയങ്ങളും മെഡിക്കൽ കോളേജുകളും ഇതെല്ലാം വരുന്ന സമയത്ത് ഇതൊക്കെ വന്നത് ഈ 15-12 വർഷത്തിനകത്താണ്. എന്നാൽ കോൺഗ്രസ് ഒരിക്കലും ഉണ്ടായില്ലേ? ഉണ്ട്, അവരുള്ളപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു ഫാസ്റ്റ് ഗ്രോത്തും ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിച്ചില്ല. അതിന് നിങ്ങൾ അസൂയപ്പെട്ടൊരു കാര്യമില്ല.
പിന്നെ എന്താ ഒന്നും പറയാനില്ലെങ്കിൽ മോദി ചോറ്. എന്തിൻ്റെ ചോറ്? വോട്ട് ചോറ്. വോട്ട് ചോറിൻ്റെ പ്രൂഫുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പ്രൂഫില്ലാത്ത ചോറെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഏട്ടനും അനിയത്തിയും കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒച്ചയും വെള്ളമെടുത്ത് കൈയടിക്കുന്നു, കൊട്ടുന്നു, പിടിക്കുന്നു, എന്തെല്ലാം ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്കറിയാം ഇത് നോ. അങ്ങനെ നോക്കിയാലും രാഹുൽ ഗാന്ധിയുടെ സഡൻ അപ്പിയറൻസ് അല്ലായിരുന്നോ അവിടെ? അത് പട്ടായെന്ന് പെട്ടെന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം എന്നിട്ടും അതല്ലേ പറഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയും യൂസ് പാർലമെൻറ്റേറിയൻ ലാംഗ്വേജ്. ഈ പാർലമെൻറ്റേറിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലുള്ളൊരു സേ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ദ ഹയസ്റ്റ് ഡീസൻറ്റ് ലാംഗ്വേജ് എന്നുള്ളതാണ്. എവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനകത്തൊരു ന്യൂസൻസോ ഇഡിയറ്റോ അതിങ്ങനെയുള്ള വാക്കുകളൊന്നും പാടില്ല. അതൊക്കെ ചെറിയ നോർമലായിരിക്കാം. ബാക്കിയുള്ള 4 ലെറ്റർ വേർഡ്സൊക്കെ നമ്മൾ നോർമൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതില്ലാതെ ഒരു ഇഡിയറ്റെന്നോ ന്യൂസൻസെന്നോ പോലും യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ പാർലമെൻറ്റേറിയൻ ലാംഗ്വേജ്. അവിടെ ഇദ്ദേഹം അതും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അത് ഇപ്പുറത്തിരിക്കുന്ന വളരെ മെച്ചുവേർഡായിട്ടുള്ളൊരു സ്പീക്കർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വളരെ സാത്വികനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതും കഴിഞ്ഞിട്ട് അവസാനം ഇന്നലെയാണല്ലോ അദ്ദേഹം ആദ്യം പറഞ്ഞത് പോക്കറ്റിൽ കൈയിട്ടില്ലെന്ന് സംസാരിക്കില്ല. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ ഒപ്പോസിഷൻ ലീഡർ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്ന് ഇത്രയും മന്ത്സ് ആയല്ലോ. അപ്പം ഒരു ന്യൂ സർക്കാരാണ് ഇരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഇപ്പൊ റെലവെന്റ് ആയിട്ട് വന്നൊരു ഇഷ്യൂ ആയിരുന്നു PSCയുടെ ഇഷ്യൂ. ഈ PSCയുടെ ഇഷ്യൂ ഇത്രയും എനിക്കൊന്ന് വേൾഡ് വൈഡ് ഇപ്പം അറിയാൻ തോന്നുന്നു, ഗ്ലോബലി ആണ് ഇപ്പോൾ അറിയാവുന്ന ഒരു ഇഷ്യൂ ആണ്. എങ്കിലും കേരളത്തിലെ ജനങ്ങൾ റീതിങ്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? They will not. Why? Because നമ്മുടെ മൂക്കിന് താഴത്തുള്ള, കാരണം ഇവിടെ ഉള്ളത് ലെഫ്റ്റും റൈറ്റുമാണ്. അവർക്ക് BJP ആണ് സെൻട്രൽ എനിമി. ലെഫ്റ്റിൻ്റെ എനിമി, റൈറ്റിൻ്റെ എനിമി BJP ആണ്. അപ്പം ഇവിടെ കാണിക്കുന്ന മുഴുവൻ ലെഫ്റ്റ് കാണിച്ചാലും റൈറ്റ് കാണിച്ചാലും അവർ ഓക്കെയാണ്. അപ്പോൾ BJP ഇല്ലാത്തതുകൊണ്ട്. പിന്നെ BJP ആണ് ഇപ്പം കുറേശ്ശെ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ജനറലി പ്രക്ഷോഭം ചെയ്യാറില്ലായിരുന്നു. അതിൽ നിന്നൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് VV രാജേഷിനെ പോലുള്ള ഒരാൾ അവിടെ ട്രിവാൻഡ്രം പിടിച്ചതിന് ശേഷം അപ്പം ട്രിവാൻഡ്രത്തൊരു ഓളം വന്നിട്ടുണ്ട്. എന്നിട്ടും ആ VV രാജേഷിനെ എങ്ങനെ താഴ്ത്തിട്ട് ഇടാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ട് നടന്നിരുന്ന കുറേ പ്രവണതകൾ മക്കളെ കണ്ടതാണ്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കളികൾ. ഇതിനകത്ത് ദാറ്റ് മീൻസ് BJP ഇസ് ഗ്രോയിങ് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇത്രയും പേടിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടുത്തെ ചിലവന്മാർ കിടന്ന് വെപ്രാളടിക്കുന്നത്? അയാളത് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ കുറേ ന്യായീകരണങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ പറയുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളത് കേൾക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നെഗറ്റീവായിട്ട് എന്നെക്കുറിച്ച് തെറി വിളിച്ചാലും ആ ചാനലിന് നല്ല റീച്ചുണ്ട്. മേജർ നോക്കട്ടെ. അപ്പം എന്താണ്, അവരെന്നെ വെച്ച് ജീവിക്കുന്നുമുണ്ട്. ഭക്ഷണം കഴിച്ച് പോട്ടെ, അവർ എന്നെ തെറി വിളിക്കാൻ. ട്രിവാൻഡ്രത്ത് ഒരു തരുന്നിട്ട് തെറി വിളിക്കുന്നതാണ്. അവൻ ആരെ കണ്ടാലും തെറി വിളിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിലേക്ക് താഴ്ന്നു പോകും. അപ്പം മോദിജിനെ 15 വയസ്സും 16 വയസ്സുമായിട്ടുള്ള പെൺകുട്ടികൾ 100 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മയടക്കം തെറി വിളിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ, കാരണം ആരുടെ ആണെങ്കിലും ശരി ഹീ ജസ്റ്റ് സെറ്റ്. പക്ഷെ ആ ശബ്ദത്തിനകത്ത് ഒരു വേദനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വയസ്സായിട്ടുള്ള നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ 100 വയസ്സായി മരിച്ചുപോയ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്നിട്ട് മൂപ്പരങ്ങ് വിട്ടു. അത് ആ വേദനയിലുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്ററാണ്. അതിൻ്റെ രീതിയിലാണ് പറഞ്ഞത്, വിട്ടേക്ക് പിള്ളേരെ. അത് തന്നെയാണ് ഇവിടെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരിക്കാന്ന് പറയുന്നത്. ഇത്രയും വലിയ സംഭവം ഒരു ആക്ഷൻ എടുത്തത് ഒരുത്തൻ്റെ പേരിൽ മാത്രം ഞാനൊരു FIR ഇട്ടിട്ടുണ്ട്. വേറെ അതെൻ്റെ തെറിയൊന്നുമില്ലായിരുന്നു. അവനത് സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് ഒരുത്തൻ എഴുതിയിരിക്കുകയാണ്, നവാസ് എന്നെന്താണെന്ന് തോന്നുന്നു. മേജർ രവി കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ സീക്രട്ടുകൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതിന് എന്നെ പട്ടാള കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് BJPക്കാരാണ് എന്നെ രക്ഷിച്ച് കൊണ്ടുവന്നതെന്നുള്ളൊരു പോസ്റ്റ് ഇട്ടു. ഒന്നാമത്തെ ഇവൻ്റെ വിവരം ഇത്രയേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഒരു പട്ടാളക്കാരനെ തെറി വിളിക്കുന്നില്ല. പട്ടാളക്കാരൻ കുക്കെന്ന് പറഞ്ഞാൽ എത്ര ശക്തനാണെന്നുള്ളവൻ അറിയില്ല. കാരണം 3 മണിക്ക് എഴുന്നേറ്റ് അവൻ്റെ ആരോഗ്യനില, ഒരു കുക്കിൻ്റെ പട്ടാളത്തിൻ്റെ 3 മണിക്ക് എഴുന്നേറ്റ് 1000 ചില്ലാനും പട്ടാളക്കാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അതങ്ങ് പോകുമ്പോഴത്തേക്കും അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങണം. അവർ വീട്ടിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. 10 മണിക്കുള്ള ചായയും അതിൻ്റെ കടിയും ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് 4 മണിക്ക് ചായ, അത് കഴിഞ്ഞ് ഡിന്നർ, ഇതും കഴിഞ്ഞ് അവൻ കിടക്കുമ്പോഴത്തേക്കും രാത്രി 12 മണി, പിന്നെയും 3 മണിക്ക്. ആ കുക്കിനെയാണ് അവൻ പറയുന്നത്. അയാൾ പട്ടാളത്തിലെ കുക്കായിരുന്നു. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ഇഫ് യു കോൾ മീ ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് വെരി സ്ട്രോങ്. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അറിയില്ല ആ മനുഷ്യൻ്റെ, അവനങ്ങനെ വേർത്ത് കുളിച്ച കിച്ചണകത്ത് നിന്ന് പണിയെടുക്കുന്ന കാണുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം എന്നെ പറഞ്ഞിരിക്കുന്നത്
ഞാൻ രാജ്യത്തിൻ്റെ സുരക്ഷയെ ഒറ്റിക്കൊടുത്തിട്ട് എന്നെ തൂക്കിക്കൊല്ലാൻ വെച്ചു. പട്ടാള കോടതിക്ക് കൊല്ലാൻ വിധിക്കാനുള്ള അവകാശമില്ല. ഇല്ല. പട്ടാള കോടതിക്ക് മാക്സിമം പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന 14 years RI എന്നുള്ളതാണ്. അതൊരു റേപ്പ് കേസ് ഞാൻ കണ്ടിരിക്കുന്നത് റേപ്പ് കേസിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ മോഷണങ്ങളൊക്കെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. 11 വർഷം, 7 വർഷം, 14 വർഷം കിട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു ഓഫീസറിന് കിട്ടിയിട്ട് 14 വർഷം. അത് ജയിലിലേക്ക്, സിവിൽ ജയിലിലേക്ക് വിടുകയും ചെയ്യുള്ളൂ. അപ്പം ഈ വിവരം പോലും ഇല്ലാത്ത ഒരുത്തനാണ് സൗദിയിലിരുന്നുകൊണ്ട് അവിടെ ആരുടെ അറബിയുടെ ഒട്ടത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അടിക്കുന്നതാണ്. അവന് എന്നോടുള്ള ഫ്രസ്ട്രേഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് വിട്ടു. അപ്പോൾ എന്നെ ആൾക്കാർ വിളിച്ചു, സാറേ ഇതിന് സാർ എന്തെങ്കിലും ചെയ്യണം. ബാക്കി സാറിനെ തെറി വിളിക്കുന്ന ആയിക്കോട്ടെ, ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പക്ഷെ ഇത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ട് അത് സൈബറിന് കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചു. പക്ഷെ നേരിട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലൈനിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് നേരിട്ടൊന്നും ഇതിന് അറ്റംപ്റ്റ് ചെയ്യേണ്ട. നീ ഫേസ്ബുക്കിൽ ഫേസ് ഇല്ലാതെ എന്ത് വേണമെങ്കിലും നീ എന്നെ പറഞ്ഞു, ഞാനത് കേട്ടോണ്ടിരിക്കാം. നോ പ്രോബ്ലം. ഞാൻ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് മോദിജി ഒരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്താല് ഈ വിമർശനങ്ങളിൽ പോലും നമുക്ക് മോദിജി എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും അതിനെ മാറ്റി ട്രെൻഡിനൊപ്പം നിന്ന് എല്ലാരെയും ഫാൻസ് ആക്കി. അതല്ലേ മൂപ്പരെന്താ പറഞ്ഞത്, കുട്ടികളാണ് വിട്ടുകൊടുക്കുന്നത്. കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇനി എന്ത് തളർത്തി നിന്നിട്ട് എന്താ? അദ്ദേഹം സ്കോർ ചെയ്ത് പോയില്ലേ? ഒരു രാത്രിയിൽ മില്യൻസിന്റെ റീച്ചും ആക്കിയിട്ട് വന്നിട്ട് ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂപ്പർ ആംഗിള് ശരിയല്ല. പറയാനുള്ള കാര്യം കോടികളുടെ തലയിൽ കയറി രാത്രി അത് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് മൂവി എപ്പോൾ എക്സ്പെക്ട് ചെയ്യാം? സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതാണ്. പല കാരണവശാലും അത് മുന്നോട്ട് പോകുന്നു, നിൽക്കുന്നു. പല കാരണങ്ങളും. അതിൻ്റെ ഇടയിൽ ഞാൻ തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇലക്ഷൻ എൻ്റെ പേര് വന്നത്. അങ്ങനെ 6 മാസം അങ്ങനെ ഇങ്ങ് പോയി. ആ പ്രൊഡ്യൂസർ അനൂപം പല കാരണങ്ങളെ കൊണ്ടും അത് നടന്നില്ല. അത് പക്ഷെ നടക്കും. അത് സ്റ്റോറി അടക്കം അപ്രൂവ് ആയിട്ടിരിക്കുകയാണ്. എപ്പോൾ നടക്കും എന്നുള്ളത് കാത്തു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ടിട്ട് വി സ്റ്റാർട്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ളതാണ്. അത് പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ മേജർ കണ്ട ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? പണ്ടത്തെ ഓണത്തിന് ഒരു മണ്ണിൻ്റെ മണം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്കെല്ലാം പാലട പ്രഥമനടക്കം പാക്കറ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ മണമാണ്. ഓക്കെ, എവറിത്തിങ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഓണം വരുന്നത് നമുക്കറിയാം. ഒരു 10 ദിവസം മുന്നേ തന്നെ വീട്ടിലെ പണിക്കാർ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിൽ പണിയെടുത്തിരുന്നവരെല്ലാം ഇവരുടെ കാഴ്ചക്കുലകളുമായി കൊണ്ടുവന്ന് വരാന്തയിൽ കെട്ടിത്തൂക്കുന്നതും ഓരോ ദിവസവും ഓരോ കുലകൾ ഇങ്ങനെ കൂടുന്നതും വെള്ളരിക്ക കെട്ടിത്തൂക്കുന്നതും കുമ്പളങ്ങ കെട്ടിത്തൂക്കുന്നതും എല്ലാം കാഴ്ചയാണ് ഈ വരുന്നത്. അതങ്ങനെയാണ് ഓണം ഇങ്ങനെ ബിൽഡപ്പ് ആവുന്നത്. ബിൽഡപ്പ് ആകുമ്പോഴത്തേക്കും അപ്പം അത്തം വന്നു. അത്തം വരുമ്പോഴത്തേക്കും പിന്നെ പൂവിളി കാലം, പിന്നെ പൂ പറിക്കാൻ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അത് വീട്ടിൽ നിന്ന് മലമ്പ്രദേശത്തോട്ട് കയറിപ്പോയി അവിടെ പോയി പറിക്കുന്ന പൂ എന്താണ്? നിങ്ങൾ കാണുന്ന ഈ ചെണ്ടുമല്ലി ഇതൊന്നുമല്ല. തുമ്പപ്പൂവും അതുപോലെ തന്നെ മുക്കുറ്റിപ്പൂവും തേടി പിടിച്ചുകൊണ്ട് കൊണ്ടുവരും. ഒരു മുക്കുറ്റിപ്പൂ വേണം അതിനകത്ത്. പിന്നെയുള്ളത് തുമ്പപ്പൂ, പിന്നെ ചെമ്പരത്തിപ്പൂ, അതുപോലെ തന്നെ കൃഷ്ണാട്ടക്കളിയുടെ പൂ. അത് പല വീടുകളിലും കാണും. അപ്പോൾ ഒരു കൊല കെട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ അങ്ങനെയുള്ളൊരു ഇന്നിപ്പം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൂ കിട്ടും. സോ യു ബിഗെയിം അഗെയിൻ മെക്കാനിക്കൽ. സോ യു ഡോണ്ട് ഹാവ് ദ സ്മെൽ ഓഫ് ദ മഡ്. തുമ്പപ്പൂ പറിക്കുന്ന സമയത്ത് ആ ഫീലുണ്ട്, ആ മണ്ണിൻ്റെ ഫീലുണ്ട്. മുക്കുറ്റി പറിക്കുന്ന സമയത്ത് ആ മണ്ണിൻ്റെ ഫീലുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എവിടെയാണ് മുക്കുറ്റി? കുട്ടികളോട് ചോദിച്ചു നോക്കൂ, മുക്കുറ്റി എന്താണെന്ന് ചോദിച്ചാൽ തന്നെ അറിയില്ല. സോ ദിസ് ഈസ് വാട്ട് ഇസ് ദ ഡിഫറൻസ്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ അടുത്ത വീടുകളായിട്ട്? അങ്ങനെ വലിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ വന്നിട്ട് എല്ലാവർക്കും ഓ സത്യമ്മടെ പൂക്കളം നന്നായിട്ട് കേട്ടോ, ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ് പോവുക. പിന്നെ ആ ചാണകം മെഴുകുന്നത്. ഇന്ന് നിങ്ങൾ ചാണക സംഖ്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാഡ് ദ മെഡിസിനൽ വാല്യൂ. വൈ? ബിക്കോസ് അന്ന് കൈകൊണ്ട് ചാണകം മെഴുകിയിട്ട് മുറ്റം വെടുപ്പാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്താ ഈ ചാണകം ഇത് അതിൻ്റെ മെഡിസിനൽ വാല്യൂ അന്നത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു. ഇന്നുള്ളവൻ്റെ മനസ്സിനകത്ത് വേറെ എന്തൊക്കെയാണ്, പിന്നെ അവൻ കാണുന്ന മുഴുവൻ ചാണകമായിട്ട് തോന്നുന്നതാണ്. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരു അന്തവും കിട്ടില്ല. അപ്പം അന്നുണ്ടായിരുന്ന ആ മണ്ണിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അതൊന്നില്ല. ഇന്ന് എത്ര പേര് പാടത്ത് കൃഷിസ്ഥലത്ത്, ഞാനൊക്കെ കൃഷിസ്ഥലത്ത് കന്ന് കൂട്ടാൻ പോയിരുന്ന സമയത്ത് കുട്ടിയാകുമ്പോഴും നമ്മുടെ പണിക്കാർ നോമ്പ് പിടിച്ചോളേ
എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ നോവും പിടിക്കും. അയാൾ കൂടെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മളും ആ നോവും പിടിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇടുന്ന പ്രഷർ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കത് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നിരപ്പാക്കുന്നൊരു സംഭവമുണ്ട്. ആ നിരപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ പാടെല്ലാം ഉഴുതും മറിച്ച് ചളിയായിക്കണം. പിന്നെ അവനെ നിരപ്പാക്കാൻ വേണ്ടി ഒരു പലക വെച്ചിട്ടാണ് ഈ കാളയുടെ പിറകിൽ ഈ പലക, ഈ പലകയുടെ മുകളിൽ കയറി ഈ കാളയുടെ വാലും പിടിച്ചുകൊണ്ട് ഒരു പോക്കുണ്ട്. ചിലപ്പോൾ തെറിച്ച് പോയി കളയും, പക്ഷെ വീഴുന്നത് ചളിയിലാണ്. അവിടെ വലിയ ശരീരത്തിന് വലിയ പ്രശ്നം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ത്രില്ല് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടോ? ഇല്ലല്ലോ, അവരറിയില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. മണ്ണിനെ അറിയുന്നവനെ അറിയുള്ളൂ മണ്ണ് എന്താണെന്നുള്ളത്. അപ്പം മാത്രമേ മണ്ണിൻ്റെ മണമുള്ളവനെ സ്നേഹിക്കാനും അറിയുള്ളൂ. ഇന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ഈ ഇലക്ഷനൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത ആൾക്കാർ ഞാൻ തോളത്ത് കഴിഞ്ഞു, സാറെ വേർതിരിക്കണമെന്ന്. നമ്മുടെ മോനെ ഈ വേർപ്പ് നീയൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ വേർപ്പിൻ്റെ മണം എനിക്കറിയാം. സോ അങ്ങനെയുള്ള ബിഹേവിയർ ആയിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇയാൾ നമ്മളെ അറിയുന്ന ആളാണ്. സോ ദാറ്റ് ഈസ് ഹൗ ആ 10-20,000 വോട്ട് കൂടുതൽ കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കാത്തൊരു മേജറിയുടെ മുഖം നിങ്ങളവിടെ കണ്ടു. നമ്മൾ ഈ കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്ന ആളല്ല. ഇതിന് മുന്നേ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള അറിയുമ്പോൾ അതാണ് അന്നത്തെ ഓണത്തിൻ്റെ സുഖം. അന്നത്തെ ഓണത്തിന് ഒരു കുടന്ന് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പണിക്കാർ വന്ന് നിൽക്കും. നാളെ തിരുവോണമാണ്, ഇന്ന് ഉത്രാടം, എല്ലാം കെട്ടി വീട്ടിൽ നിന്ന് സാധനങ്ങൾ അരി ഇതെല്ലാം അവർക്ക് കെട്ടിക്കൊടുത്ത് അവസാനം അവരൊരു കട പെരുന്നാളാണ് ഉമ്മറത്തോടെ വന്നു കഴിഞ്ഞാൽ അച്ചമ്മ ഒരു കുപ്പി വെളിച്ചെണ്ണയായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ഇവർ കൈ കാണിക്കുകയാണ്. ഈ കയ്യിൽ മുഴുവൻ വെളിച്ചെണ്ണ ഇത് ഫുൾ തലയിൽ പൊത്തിക്കൊണ്ട് തല തേച്ചുകൊണ്ട് പോകുന്ന ആളുകളെ, സ്ത്രീകളെ നമ്മൾ കാണും. എന്നിട്ട് ആ വെളിച്ചെണ്ണ മുഴുവൻ അന്ന് രാത്രി വെച്ച് പിറ്റേ ദിവസം കാലത്താണ് അവർ കുളിക്കുന്നത്. അന്ന് ആ വെളിച്ചെണ്ണയുടെ വില അത്രയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണയുടെ വില അറിയില്ല. ആ ഒരു കുടന്ന വെളിച്ചെണ്ണയ്ക്ക് അന്നൊരു വിലയുണ്ടായിരുന്നു, അതിലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എവിടെ പോയി? ഇന്നെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ അല്ല. കിറ്റ്. നിങ്ങൾ ഓണത്തിന് എന്താ ചെയ്യുന്നത്? ഒരു പായസം പോലും ഉണ്ടാക്കില്ല, ഓർഡർ ചെയ്യല്ലേ ചെയ്യുന്നത്. നിങ്ങൾ സദ്യ ഓർഡർ ചെയ്തിട്ടല്ലേ വരുന്നത്. അന്ന് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അടുക്കളയിൽ സാമ്പാറിൻ്റെ മണം അറിയാമായിരുന്നു, കായം കറിയിലോട്ട് വീഴുന്ന സമയത്തുള്ള സ്മെല്ല്. ഇതൊന്നും നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊന്നും ഒരു മിക്സ് ആയിട്ടുള്ള സ്മെല്ല് മാത്രമേ അറിയാം. അന്ന് ഓരോന്നിൻ്റെ എന്താ അറിയാതെ പപ്പടം കാച്ചുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫീല് വേറെയായിരുന്നു. സോ അതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളൊക്കെ ഭാഗ്യമ്മമാരായിരുന്നു. നിങ്ങളുടെ ജനറേഷന് ഇനി അതൊന്നും കിട്ടില്ല, ഇനി തിരിച്ചു വരില്ല. കാരണം ആ ഉരലിലിട്ടിട്ടടിച്ചിരുന്ന നെല്ലും മറ്റേ ആട്ടുകളിൽ ആട്ടുന്ന ഇഡ്ഡലിയുടെ മാവും ഒന്നും ഇനി ഉണ്ടാവില്ല. അതാണ് ആ വ്യത്യാസം. അല്ല, ഇപ്പം മേജറും അനിയൻ നമ്മുടെ കണ്ണൻ അങ്കിളായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? ഇപ്പം പ്രത്യേകിച്ച് ഓണം ടൈമിൽ ഓണക്കോടിക്കൊക്കെ വേണ്ടിയിട്ട്. അവന് ഭയങ്കര ക്രേസാണ്, അവനതൊക്കെ ഭയങ്കര കാര്യം. ഞാനാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ പട്ടാളത്തിൽ 17 വയസ്സിൽ പോയതിന് ശേഷം പിന്നെ അവനാണെങ്കിൽ അവന് പുതിയ ഉടുപ്പ് എല്ലാവർക്കും അത് വാങ്ങിക്കൽ, ഇതെല്ലാം മുണ്ട് വാങ്ങിക്കൽ, എല്ലാവർക്കും കൊടുക്കൽ. അതുപോലെ കാലത്ത് തന്നെ കുളിച്ച് മൂപ്പരനും പൂക്കളം ഇടും. അമ്മയ്ക്ക് മരിച്ചതിന് ശേഷം പിന്നെ അവൻ തന്നെയായിരുന്നു പൂക്കളം ഇടുന്നത്. അവൻ അതൊക്കെ വലിയ കാര്യമാണ്. ഞാനതിനൊന്നും മെനക്കെടാനില്ല, ഞാൻ നോക്കും. അപ്പോൾ ഹി വാസ് എ മാൻ ഓഫ് ആ നാട്ടിലെ ആളാണ് അവനത്. എന്നിട്ട് ആൾക്കാർ പോകുമ്പോൾ എടാ പൂക്കളം കണ്ടാ, ഇത് 4 ആൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഹി എൻജോയ്സ് ദാറ്റ്. പിന്നെ വീട്ടിലെ ആൾക്കാരെ അവൻ നന്നായി കുക്ക് ചെയ്യുകയും ചെയ്യും. അന്നത്തെ ഭക്ഷണങ്ങളിൽ പകുതി മുക്കാലും അവൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഭാര്യ അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഇവനതെല്ലാം ഉണ്ടാക്കി ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ അതൊരു ഇഷ്ടമായിരുന്നു അവന്. നമ്മളതിലൊരു പാർട്ടെന്ന് മാത്രം. എനിക്ക് ഈ കുക്ക് ചെയ്യാനൊന്നും അങ്ങനെ, എനിക്ക് ആവശ്യമുള്ള ഉണ്ടാക്കാൻ അറിയാം. ചോറുണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കാൻ അറിയാം. ഒന്നുമില്ലേ, കഞ്ഞി ഉണ്ടാക്കും, ഇത്തിരി ഉപ്പിടും, ഒരു നെയ്യിട്ട്, ഒരു കടുമാങ്ങയും, ആരുടെ ആവശ്യമില്ല, കത്തം. അതാണ് ഞാനെന്ന വ്യക്തി. സോ കണ്ണൻ വേറെയായിരുന്നു. അവൻ ഹി എൻജോയ്സ് ഫീഡിങ് പീപ്പിൾ. നമുക്കതൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ എന്ത് കിട്ടിയാലും യെസ്, അത് ഓബ്വിയസ്ലി. പക്ഷെ അതല്ലേ പറഞ്ഞു, ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ജീവനോടുള്ള ആർക്കും അവരുടെ വില അറിയില്ല. അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും. ഇപ്പോൾ ഒന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണിപ്പം. ബാക്കിയിപ്പം എൻ്റെ ഭാര്യ മകൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കിയ ബ്ലഡ് റിലേഷനാണ്. പക്ഷെ എനിക്ക് ദൈവമായിട്ട് തന്ന ബ്ലഡ് റിലേഷനാണ് അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ. അതിലിപ്പോൾ ഈ 3 പോയി, നമ്മൾ ഒറ്റയ്ക്ക്. അപ്പം
അതും നമ്മൾ ജീവിച്ച് തീർക്കേണ്ടി വരും. സോ ജീവിതത്തിലുള്ള സമയത്ത് സ്നേഹിക്കാൻ പഠിക്കുക, ഈഗോസൊക്കെ മാറ്റി വയ്ക്കുക. എന്തുണ്ടെങ്കിലും ഈവനിങ് ആയിക്കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് എന്താടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഈഗോ പോയി. പക്ഷെ അത് പലപ്പോഴും ഞങ്ങൾ മിസ്സായിട്ടുണ്ട്. ഈഗോ അത് നമുക്കുള്ളതാണത്. ആ ഈഗോനെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയെങ്കിൽ മാറ്റി വയ്ക്കില്ല, മാറ്റി വയ്ക്കൂ. അതെല്ലാവർക്കും ഒരു മെസ്സേജാണ്. കാരണം നാളെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. കണ്ണൻ്റെ ഇപ്പം എന്തായിരുന്നു, അവന് കിഡ്നിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു, എല്ലാം മാറ്റി വെച്ച്, എല്ലാം ഓക്കെ. 3 മാസം ഹി വാസ് ഗ്രോയിങ് വെരി വെൽ. ഒറ്റ ദിവസമല്ലേ പോയത്, അവർ ഇൻഫെക്ഷൻ അടിച്ചു. പിന്നെ 3 മാസം പാവം വേദനിച്ച് ഞാൻ പരമാവധി തിരിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും ഡോക്ടർമാർക്ക് അറിയാമായിരുന്നു വരില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ പരമാവധി ശ്രമിച്ച് നോക്കി. പിന്നെ നോക്കുമ്പോൾ പോയി. സോ എനിക്ക് മേജറിന്റെ ഈ സോഫ്റ്റ് സൈഡ് കാണിക്കാൻ താല്പര്യമില്ല. അത് വേണ്ട. അത് ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം മെസ്സേജ് കൊടുത്ത് നമുക്ക് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിദ്വേഷങ്ങളില്ലാതെ സ്നേഹത്തിൻ്റെ ഒരു ഓണമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉള്ളതെടുത്ത് കൊടുത്ത് സഹായിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളും സന്തോഷമായിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും മറക്കാതെ അവരെ കൂട്ടിച്ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു ഓണമായിട്ട് മാറട്ടെ എല്ലാവർക്കും. ഐ വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ഓണം ടു യു ഓൾ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും, നിങ്ങൾ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും, ഈവൻ എൻ്റെ ശത്രുക്കൾക്കും ഹാപ്പി ഓണം ടു യു ഓൾ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ജയ് ഹിന്ദ്. അപ്പോൾ ജനം ടി വിക്ക് വേണ്ടി ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. അപ്പോൾ ജനം ടി വിയുടെ നിങ്ങളെപ്പോലുള്ള ഓരോരോ ആങ്കേഴ്സിനും സ്റ്റാഫിനും ജനം ടി വിയുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും കണ്ണു നിറഞ്ഞുകൊണ്ടാണെങ്കിലും സന്തോഷത്തിൻ്റെ ഒരു ഓണം ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു.